നമസ്തേ, ഞാൻ ശ്രീരേഖ. രേഖാമേനോൻ ഹെയർ കെയർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓരോരുത്തരും ടിപ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നെന്ന് പറഞ്ഞു കേട്ടതിൽ വളരെ സന്തോഷം കേട്ടോ. കീടാർനെല്ലി ഉപയോഗിച്ചെന്ന് പറഞ്ഞു ശാലിനി അല്ലേ. അപ്പം അത് ഏറ്റവും നല്ല ഒരു ആയുർവേദ ചെടി അല്ലേ, ഏറ്റവും നല്ലൊരു ആയുർവേദ ചെടിയാണ്. അതിൻ്റെ പല ഗുണങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് നമ്മൾ താഴെയായിട്ടൊക്കെ തേക്കുമ്പോഴത്തേക്കും മുടിക്ക് അതിൻ്റെതായ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഈ മഞ്ഞപ്പിത്തത്തിനൊക്കെ ഏറ്റവും ബെസ്റ്റാണ് അല്ലേ. അപ്പോൾ അതുപോലെ ഈ കീടാർനെല്ലി അതിൻ്റെ ചെടി ഞാൻ കാണിച്ചിട്ടുണ്ട് വീഡിയോയിൽ. അപ്പോൾ മനസ്സിലാവാത്തവർ ഒന്ന് നോക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ നല്ലൊരു ടിപ്പാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നിങ്ങളിതുപോലെ ഓരോന്നും മാറ്റി മാറ്റി ഉപയോഗിക്കണം കേട്ടോ. പിന്നെ മുടി ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ചെമ്പരത്തി താളിയുടെ ഇലയോ അല്ലേ, ചെമ്പരത്തി താളി പോലെയുള്ളതിൽ ആംല നെല്ലിക്കപ്പൊടി ഇട്ടിട്ട് തേക്കുന്നത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ നേരത്തെ. അപ്പോൾ അത് സൂപ്പറാണ് കേട്ടോ. മുടി വളരാനും മുടിക്ക് നീട്ടം വയ്ക്കാനും ഒക്കെ നല്ല ഗുണമുള്ളതാണത്. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറി മാറി ഓരോ ടിപ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉപയോഗിക്കണം കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം നെല്ലിക്കപ്പൊടിയും മൈലാഞ്ചിയും തേച്ചതാണ് കേട്ടോ. നീലാമ്പരി തേച്ചില്ല, പക്ഷെ കുഴപ്പമില്ല കേട്ടോ. മുടിക്ക് ബ്ലാക്ക് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇടയ്ക്ക് നിങ്ങൾക്ക് ഇതുപോലെയുള്ള മൈലാഞ്ചിപ്പൊടി നെല്ലിക്കപ്പൊടിയൊക്കെ തേക്കാം. മുടിക്ക് നല്ലൊരു തിക്നെസ് ഉണ്ടാവും നെല്ലിക്കപ്പൊടിയൊക്കെ തേക്കുമ്പോൾ. മൈലാഞ്ചിപ്പൊടി ആകുമ്പോൾ ഒരു നല്ലൊരു ഗ്ലേസിങ് കിട്ടും കേട്ടോ. അപ്പം നമുക്ക് അത്യാവശ്യത്തിന് എണ്ണ നമുക്ക് തടവി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ളതൊക്കെ നല്ല നമുക്ക് അതായത് മുടി തിക്നെസ് ഉണ്ടാവാനും മുടി നീട്ടം വയ്ക്കാനും മുടി ഡാമേജ് ഇല്ലാതെ ഡ്രൈനെസ് മാറാനും എല്ലാത്തിനുള്ള പ്രത്യേകം ഓരോ ടിപ്സും പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് നമ്മളിങ്ങനെ എന്തിനാണ് ഇത്രയും ടിപ്സും കാര്യങ്ങളും എന്ന് പറയുന്നത്, ഇതുപോലെ പല തരത്തിലുള്ള ഗുണങ്ങൾ കിട്ടും നമുക്ക്. അതിനാണ് കേട്ടോ. നമ്മൾ തോന്നുകയാണോ നമുക്ക് മുടി തിക്നെസ് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ അതുപോലെ ഈ നെല്ലിക്കപ്പൊടി ചേർത്തിട്ടുള്ള കുറേ മാസ്ക് ഉണ്ടല്ലേ, ഹെയർ മാസ്ക് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. നെല്ലിക്കപ്പൊടി, മൈലാഞ്ചിപ്പൊടി, ഇരട്ടി മധുരം, എള്ള്, പിന്നെ താമരരസം, അത് കിട്ടുവാണെങ്കിൽ അത് ചേർത്തോളൂ, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ ഇത്രയും ഇത് ആയുർവേദ പൊടികൾ ഉപയോഗിച്ചുള്ള ഹെയർ മാസ്ക് എന്ന് പറഞ്ഞാൽ സൂപ്പറാണ്. അത് നമ്മൾ തേക്കുമ്പോഴത്തേക്കും നമുക്ക് മുടിക്കുള്ള ഒരു തിക്നെസ് ഒക്കെ വരും കേട്ടോ. പിന്നെ ഈ കോഴിമുട്ട തേച്ചിട്ടുള്ള മാസ്ക് എന്ന് പറഞ്ഞാൽ മുടി എപ്പോഴും സിൽക്കി ആയിട്ടിരിക്കും കേട്ടോ. സിൽക്കി ആയിരിക്കും, കൂടാതെ നമുക്ക് മുടി വളർന്നുകൊണ്ടേ ഇരിക്കും കേട്ടോ. നിങ്ങൾ വിചാരിച്ച പോലെ നമ്മൾ ചിലപ്പോൾ ചില സമയങ്ങളിലൊക്കെ നമുക്ക് മുടിയുടെ തിക്നെസ് കുറഞ്ഞതായിട്ട് തോന്നും അല്ലേ. മുടി വളരെയധികം ഊരിപ്പോയിട്ട് ഉള്ളിലാത്ത പോലെ തോന്നും നമുക്ക്. അതൊക്കെ ഈ ഹെയറിന്റെ സ്റ്റേജസ് ആണ് കേട്ടോ. ഹെയർ ഗ്രോത്തിന്റെ കുറേ സ്റ്റേജസ് 3 പറഞ്ഞല്ലോ. അതിന്റെ സ്റ്റേജസ് ആയിട്ടാണ് മുടി ഊരി പോകുന്നത് കേട്ടോ. ഊരി പോകുമ്പോഴും നമ്മൾ വിഷമിക്കേണ്ട, അതിന് ഓരോ വിവരിച്ചിട്ടുണ്ട് കേട്ടോ. ഓരോ സ്റ്റേജസിലും മുടി പോകും, പക്ഷെ തിരിച്ചു വരും. അപ്പം നമ്മൾ ഈ മാസ്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമുക്ക് റിസൾട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ചിലവരുടെ മുടി ഒരുപാട് നീട്ടം ഉണ്ടായിട്ടുണ്ടാവാം, തിക്നെസ്സും ഉണ്ടായിട്ടുണ്ടാവാം. ഇതുപോലെ ഹെയർ സ്റ്റേജസ് വരുമ്പോൾ അവരെ ശ്രദ്ധിക്കാതെ വരുമ്പോൾ മുടി ഊരി പോകുന്നുണ്ടാവും. പക്ഷെ നമ്മൾ വേണ്ട പ്രോട്ടീനും കാര്യങ്ങളൊക്കെ വിറ്റാമിനൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്ന കാരണം നമുക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഒട്ടും പോയിട്ട് വരാത്തവർ മുടി കെയർലെസ് ആയിട്ട് നോക്കുന്നതുകൊണ്ടിട്ടാണ് കേട്ടോ. അപ്പം നമ്മൾ മുടി എപ്പോഴും കെയർ ആയിട്ട് നോക്കുന്നവരുടെ മുടി എപ്പോഴും അതേപോലെ തന്നെ നിലനിൽക്കും. ചില കുട്ടികളെ നമ്മൾ കണ്ടിട്ടില്ലേ, ഒരുപാട് മുടി ഉണ്ടായിട്ടുണ്ടാവാം, പക്ഷെ പോയി ഒരിത്തിരി മുടി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഊരിപ്പോയിട്ട് എല്ലാം പോയി എന്ന് പറയും. പക്ഷേ ഈ പോയാലും മുടി തിരിച്ചു വരണമെങ്കിൽ നമ്മൾ ഇതുപോലെ കെയർ ചെയ്ത് പോകണം കേട്ടോ. പോകുമ്പോൾ പോയ മുടി പൊക്കോട്ടെ. നമ്മളിങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ മുടി ഇങ്ങനെ നോക്കുമ്പോൾ വലിപ്പം നോക്കാം കേട്ടോ. പോയ മുടിയൊക്കെ തിരിച്ചു വന്നിട്ടുണ്ടാവും. നീളം കുറവുള്ള മുടി കണ്ടോ, നീളം കുറവുള്ള മുടിയൊക്കെ നമുക്ക് രണ്ടാമത് വന്നതാണ്. ഈ ഹെയർ സ്റ്റേജസിന്റെ ഭാഗമായിട്ട് നമുക്ക് പോയ മുടി തിരിച്ചു വന്നതാണ്. നമ്മൾ നോക്കുമ്പോൾ കുഞ്ഞു മുടി കണ്ടോ, നീട്ടം കുറവാണ്. ഈ മുടിയൊക്കെ പോയിട്ട് വരുന്ന മുടി. അപ്പം 100% ഉറപ്പാണ്, നമുക്ക് മുടി പോയാലും നമ്മുടെ മുടി തിരിച്ചു വരും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഓരോ മാസ്കും കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പം നിങ്ങളത് ശ്രദ്ധിക്കുക, ഒരിക്കലും അത് അവോയ്ഡ് ചെയ്യരുത്. എപ്പോഴും നമുക്ക് മുടി എന്ന് പറയുന്നത് ആൺകുട്ടികൾക്കാണെങ്കിലും പെൺകുട്ടികൾക്കാണെങ്കിലും അതൊരു പ്രത്യേക സൗന്ദര്യം തന്നെയാണ് കേട്ടോ. അപ്പം എന്നും നിങ്ങളിത് കെയർ ചെയ്ത് പോയിക്കോളൂ. അതിൻ്റെതായ മാറ്റം എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവും.
അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു നല്ല അടിപൊളി ടിപ്സാണ് കേട്ടോ. അതായത് എഗ്ഗിൻ്റെ വൈറ്റ് മാത്രം എടുത്താൽ മതി കേട്ടോ. ആ വൈറ്റിൽ നമ്മൾ ഒരു സ്പൂൺ ഒലിവ് ഓയിലിൻ്റെ പ്രത്യേകതയൊക്കെ അറിയാലോ അല്ലേ. അതുപോലെ എഗ്ഗ് എന്ന് പറയുമ്പോൾ പ്രോട്ടീനാണ്, പ്രോട്ടീൻ റിച്ച് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രോട്ടീൻ കുറവുണ്ടെങ്കിലൊക്കെ അത് നല്ലവണ്ണം അതിൻ്റെ കുറവ് നിർത്തി തരും ഈ എഗ്ഗിൻ്റെ വൈറ്റ് എടുത്താൽ മതി കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ ഒലിവ് ഓയിലാണെങ്കിൽ മുടി എപ്പോഴും ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കും കേട്ടോ. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് മുടി നല്ല സിൽക്കി ആയിരിക്കും, മുടി നന്നായിട്ട് വളരും കേട്ടോ. അതായത് സ്കാൽപ്പിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂട്ടും. ഈ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുമ്പോൾ നമുക്ക് അതിൻ്റെ ഫോളിക്കൽസ് എല്ലാം നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ കുഞ്ഞു കുഞ്ഞു മുടിയാണെങ്കിലും അതിലൂടെ വളരും നമുക്ക് കേട്ടോ. പിന്നെ കൂടാതെ സിൽക്കി ആയിരിക്കും മുടി, നല്ല ഭംഗിയായിരിക്കും കാണാനൊക്കെ ആയിട്ട് കേട്ടോ. അപ്പം ഇതുപോലെ നിങ്ങൾക്ക് ഈ വൈറ്റ് മാത്രം എടുത്താൽ മതി കേട്ടോ. വൈറ്റും ഒലിവ് ഓയിലും കൂടി തേച്ച് ഒരു 30 മിനിറ്റ് വെച്ചിട്ട് അത് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും സ്മെല്ല് തോന്നുവാണെങ്കിൽ അല്പം നെല്ലിക്കപ്പൊടി ഇട്ട് വാഷ് ചെയ്തോളൂ കേട്ടോ. നെല്ലിക്കപ്പൊടി എടുത്തിട്ട് പേസ്റ്റ് പോലെ എടുത്തിട്ട് അത് തലോട്ടിൽ തേച്ചിട്ട് വാഷ് ചെയ്ത് കളഞ്ഞോളൂ കേട്ടോ. അപ്പം ഇതുപോലെയുള്ള ഈ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, തലേ ദിവസം മുട്ടയുടെ വൈറ്റ് എടുത്തിട്ട് അതിൽ ഒലിവ് ഓയിൽ ചേർത്ത് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ സ്മെല്ല് കുറയും കേട്ടോ. എന്നിട്ട് പിറ്റേ ദിവസം നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഇതുപോലെ അപ്ലൈ ചെയ്താൽ മതി. തലമുടിയിലും തലമുടിയിലൊക്കെ തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വാഷ് ചെയ്ത് എന്നിട്ട് നിങ്ങൾക്ക് സ്മെല്ല് ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ മാത്രം നിങ്ങൾ നെല്ലിക്കപ്പൊടി ഇട്ട് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ. ഇത് ഏറ്റവും സൂപ്പറാണ്. മുടി ഫ്രീസി ആയിരിക്കില്ല, നല്ല സിൽക്കി ഹെയർ ആയിരിക്കും, മുടി വളരും. ഇതിനു മുമ്പ് എഗ്ഗിനെ കുറിച്ചിട്ടുള്ള കുറേ ഗുണങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒലിവ് ഓയിലിനെ കുറിച്ചിട്ടും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ കൂടുതൽ പറഞ്ഞ് അത് ഒരു റിപ്പീറ്റ് ആക്കുന്നില്ല കേട്ടോ. കേട്ടവർക്ക് പിന്നെ ഒരു കേട്ട് ഒരു മടുപ്പ് വേണ്ടാന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിനെ കുറിച്ചിട്ട് കൂടുതൽ അറിയണം എങ്കിൽ നമ്മുടെ പഴയ വീഡിയോസ് ഒക്കെ ഉണ്ട് കേട്ടോ, അത് നോക്കിയാൽ മതി. അതിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓരോ ദിവസവും നിങ്ങൾ ഓരോ തരത്തിലുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. നമ്മൾ തന്നെ തീരുമാനിക്കാം നമ്മുടെ മുടി എങ്ങനെ ഉണ്ടാവണം അല്ലേ, മുടി എങ്ങനെ കൈകാര്യം ചെയ്യണം, മുടി എങ്ങനെ, അതായത് നമ്മളിപ്പോൾ മുടിയൊക്കെ വെടുത്തുമ്പോൾ നമുക്ക് തോന്നാമല്ലോ, ഈ മുടിക്ക് ഇത്തിരി കളർ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ അപ്പം നമ്മൾ നെല്ലിക്കപ്പൊടി ഇടാം കേട്ടോ. അതുപോലെ തിക്നെസ്സിന് വേണ്ടിയിട്ട് നെല്ലിക്കപ്പൊടി, മൈലാഞ്ചി, പിന്നെ ഇരട്ടിമധുരം, പിന്നെ ഞാൻ ആ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് ഇതാ. പിന്നെ തോന്നുകയാണ് നമുക്ക് മുടി കുറച്ച് സിൽക്കി ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ എഗ്ഗ് കൂടിയ തരത്തിലുള്ള കേട്ടോ പാക്കും കാര്യങ്ങളൊക്കെ ഇടാം നമുക്ക് എഗ്ഗ്. പിന്നെ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞതിൽ കാപ്പിപ്പൊടി ചേർത്തിട്ടുള്ള ഒരു പാക്ക് ഉണ്ട്, തലേ ദിവസം നിങ്ങൾ മിക്സ് ചെയ്ത് വെക്കാതെ അതിൽ ഒലിവ് ഓയിൽ കൂടി ചേർത്തിട്ടുള്ളതുണ്ട് കേട്ടോ. തലേ ദിവസം പാക്ക് ചെയ്ത് വെക്കാം, അല്പം നെല്ലിക്കപ്പൊടി ഇടാം. ഈ നെല്ലിക്കപ്പൊടി ഇടുന്നത് മുടി ഉള്ള ബാഡ് സ്മെല്ലൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ടാണ്. അപ്പം എങ്ങനെയാണ് നമുക്ക് സിൽക്കി ആവണമെങ്കിൽ ആ സിൽക്കി ചെയ്യാം കേട്ടോ. ഞോനിപ്പഴം കിട്ടുന്നവർ ഇടയ്ക്കിടയ്ക്ക് ഞാനത് ഞോനിപ്പഴത്തിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, ഒന്നുകൂടി ഞാനത് ഫ്രൂട്ട്സ് കാണിച്ചു തരാം എങ്ങനെ ഇരിക്കുന്നു കേട്ടോ. അപ്പോൾ അത് കണ്ടിട്ടുള്ളവരും അതുപോലെ കിട്ടാൻ ചാൻസ് ഉള്ളവരും ഇടയ്ക്ക് അത് ഉപയോഗിച്ചോളൂ കേട്ടോ. അപ്പോൾ അതും സിൽക്കി ആവും മുടി. അപ്പോൾ എഗ്ഗ് ചേർത്ത് പാക്ക് ചേർത്ത് മുടി ഇതുപോലെ നമ്മുടെ മുടിയിലൊക്കെ സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്ത് വരുമ്പോഴത്തേക്കും സിൽക്കി ഹെയർ ആവും കേട്ടോ. പിന്നെ ഒരുപാട് ടിപ്സ് കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് സിൽക്കി ആവാം. അപ്പോൾ നമുക്ക് സിൽക്കി ആവണമെങ്കിൽ സിൽക്കി ആക്കാം, തിക്നെസ് വേണമെങ്കിൽ തിക്നെസ് ആക്കാം. പിന്നെ ലോങ് ഹെയർ ആവാനായിട്ട് ഞാൻ ചെമ്പരത്തിത്താളി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചെമ്പരത്തിത്താളി തേക്കുമ്പോഴത്തേക്കും മുടി ലോങ്ങും ആവും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യം നമ്മളാണ് നമ്മുടെ മുടി എങ്ങനെ നമ്മൾ ഈ പാക്കും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴല്ലോ നമുക്ക് നമ്മുടെ മുടി ആ രീതിയിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റും. 100% ഉറപ്പാണ് കേട്ടോ. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ കാണാം, മുടി ഒരു സിൽക്കി ഫീലിംഗ് ഉണ്ട് അല്ലേ. ഇത് മുടിയിൽ യാതൊരു തരത്തിലുള്ള ഷാമ്പുവോ സോപ്പോ ഒന്നും ഉപയോഗിക്കാതെ തന്നെയാണ് മുടി കൊണ്ടു നടക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് വല്ല ഫങ്ഷനൊക്കെ വരാണെങ്കിൽ നമുക്ക് മുടിക്ക് കളർ ഇല്ലെങ്കിൽ ഇതുപോലെ നെല്ലിക്ക ചേർത്തുള്ള പാക്ക് ഇട്ടാലും നമുക്ക് കളർ കിട്ടും. ഇനി തീരെ മറ്റേ നരച്ച മുടിയൊക്കെ ഉള്ളവർക്കാണ് ഞാൻ ആ പാക്ക് പറഞ്ഞത് കേട്ടോ, ഹെയർ മാസ്ക്, അതായത് ഹെയർ ഡൈ
പറഞ്ഞിട്ടുണ്ടല്ലോ, 2 തരത്തിലുണ്ട് കേട്ടോ. അപ്പൊ 2 തരത്തിലുള്ള പാക്കില് ഒന്ന് ബീറ്റ്റൂട്ട് ജ്യൂസ് ചേർത്തിട്ടുള്ളത്, അതില് തേയിലപ്പൊടി ഇട്ട് തിളപ്പിച്ചതാണ്. അപ്പൊ നമുക്ക് ഏതാണോ ഇഷ്ടം അത് ചെയ്യാം കേട്ടോ. ബീറ്റ്റൂട്ട് ആകുമ്പോൾ ഒന്നും കൂടി നല്ലതാണ്, മുടിക്ക് വേണ്ട പ്രോട്ടീനും കാര്യങ്ങളൊക്കെ കിട്ടും ബീറ്റ്റൂട്ട് ആകുമ്പോൾ. അപ്പോൾ ബീറ്റ്റൂട്ടില് തേയിലപ്പൊടി ഇട്ട് തിളപ്പിച്ച് അതില് നമ്മൾ പറഞ്ഞ പോലെ മൈലാഞ്ചിപ്പൊടി നെല്ലിക്കപ്പൊടിയൊക്കെ ഇട്ട് നമുക്ക് തേക്കാം കേട്ടോ. ഇനി അഥവാ നമുക്ക് കുറച്ചുകൂടി കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ വരമുടി വൈറ്റ് അല്ലാത്തവർക്ക് വേണമെങ്കിൽ ബീറ്റ്റൂട്ട് മാത്രം എടുത്തിട്ട് അതിൽ നെല്ലിക്കപ്പൊടി ചേർത്തിട്ട് പാക്കാക്കി തേക്കാം കേട്ടോ. എന്തായാലും നെല്ലിക്കപ്പൊടി നിങ്ങളിങ്ങനെ ആഴ്ചയിൽ ഇടയ്ക്കിടയ്ക്ക് തേക്കുമ്പോൾ നമ്മുടെ മുടി നല്ല സ്ട്രോങ് ആയിട്ട് വരും, ഹെൽത്തി ആയിട്ട് വരും കേട്ടോ. അപ്പൊ അതുപോലെ രാത്രി കാലങ്ങളിൽ മുടി വിടുത്തുമ്പോൾ മുടിയുടെ തുമ്പാണ് ആദ്യം വിടുത്തേണ്ടത് കേട്ടോ. മുടി പിടിച്ചിട്ട് മുടിയുടെ തുമ്പ് പതുക്കെ പതുക്കെ വിടുത്തി ആ ജടയെല്ലാം കളഞ്ഞ് മുകളിലേക്ക് കയറി വരാം കേട്ടോ. എന്നിട്ട് വേണം ഇവിടുന്ന് വിടുത്താനായിട്ട്, അല്ലെങ്കിൽ നമ്മളെ മുടി എളുപ്പമൊന്നും നമുക്ക് വിടുത്താൻ പറ്റൂല കേട്ടോ. അപ്പൊ എളുപ്പമൊന്നും മുടി വിടുത്താനുള്ള മാർഗമാണ് പറയുന്നത്. ആദ്യം നമ്മൾ തുമ്പ് ക്ലിയർ ചെയ്ത് പോവാ, എന്നിട്ട് നമുക്ക് മുടി വിടുത്താൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നമുക്ക് നമ്മുടെ മുടിയെ വളർത്താൻ പറ്റും. നമ്മുടെ മുടിയിൽ ഏത് പിന്നെ രീതിയിൽ, അതായത് സിൽക്കി ഹെയർ ആവണോ, തിക്നെസ് വേണോ, ലോങ് വേണോ, ഇതൊക്കെ നമ്മൾ തീരുമാനിക്കുന്ന പോലെ ഇരിക്കും. നമുക്ക് അതേപോലെ കൊണ്ട് നടക്കാൻ പറ്റും. നിങ്ങൾ ഈ ടിപ്സും കാര്യങ്ങളും, അതായത് ആയുർവേദ, നമുക്ക് വീടിന് ചുറ്റുമുള്ള നമ്മുടെ ആയുർവേദ ചെടികളും അതുപോലെ ആയുർവേദ പൊടികളൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് വേറെ ഒന്നും നിങ്ങൾക്ക് വേണമെന്നില്ല കേട്ടോ. പുറത്തുനിന്ന് വില കൂടിയ ഓയിലൊന്നും വാങ്ങിച്ച് അപ്ലൈ ചെയ്യാൻ പറയുന്നില്ല. പിന്നെ ഞാൻ പറയുന്നത് ഒലിവ് ഓയിൽ തേക്കാൻ പറയുന്നത് അതിന് അതിൻ്റെതായ കുറേ സവിശേഷതകളുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഇതുപോലെയുള്ള കുറേ ഗുണങ്ങൾ ഉണ്ടാവും തേക്കുമ്പോഴത്തേക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത്. അത് നമ്മളൊരു 100 ml വാങ്ങിച്ചു വെക്കുമ്പോഴത്തേക്കും നമുക്കത് മതിയാവും. വേണ്ട ഇതുപോലെയുള്ള ഇടയ്ക്കിടയ്ക്കുള്ള പാക്കിലൊക്കെ ഇടണമെങ്കിൽ നമുക്കത് മതിയാവും. അപ്പൊ ഒലിവ് ഓയിൽ നല്ലതാണ്, ഇടയ്ക്കിടയ്ക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ചൂട് കാലമാണ്, അപ്പോൾ ചൂട് സമയത്ത് വെള്ളം ധാരാളം കുടിക്കാം. ഇതുപോലെ നമ്മുടെ ബ്ലഡ് ചൂടാവാതെ നമ്മൾ നോക്കാം കേട്ടോ. മാസ്കും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, പക്ഷെ അകവും നമ്മൾ അതുപോലെ തന്നെ നോക്കണം കേട്ടോ. അപ്പൊ അതുപോലെയുള്ള പിന്നെ ഇൻഫെക്ഷൻ കാര്യങ്ങളൊന്നും ഇല്ലാതെ ശ്രദ്ധിക്കുക. യൂറിനറി ഇൻഫെക്ഷൻ വരാതെ നോക്കുക. വെള്ളം ധാരാളം കുടിക്കുക. അങ്ങനെയുള്ളവർക്ക് ചന്ദ്രപ്രഭ ഗുളിക കഴിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ശരീരത്തിനുള്ള ചൂടൊക്കെ കുറയും. അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ പാക്ക് ഓർത്തിരിക്കാം, എഗ്ഗ് അല്ലേ, എഗ്ഗിന്റെ വൈറ്റും പിന്നെ ഒലിവ് ഓയിലും ചേർത്തിട്ടുള്ള പാക്ക് കേട്ടോ. അതാണ് ഇന്നത്തെ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അത് ഒന്ന് നിങ്ങൾ എല്ലാവരും അതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. അതിൻ്റെ റിസൾട്ട് എന്തായാലും 100% കിട്ടും കേട്ടോ. ഇതൊക്കെയാണ് പറയാനുള്ളൂ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. നിങ്ങളുടെ സപ്പോർട്ടിന് വളരെയധികം നന്ദിയുണ്ട് കേട്ടോ. കാര്യങ്ങളൊക്കെ ഭംഗിയായി മുന്നോട്ട് പൊക്കോട്ടെ. ഈശ്വരനെ പ്രാർത്ഥിക്കുക, ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ. എല്ലാവർക്കും നല്ലത് വരട്ടെ. നാളെ നല്ലൊരു ടിപ്പുമായിട്ട് കാണാം.